ഈ ധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു വലിയ ജീവിത തീരുമാനമെടുക്കുന്നതിൻ്റെ തൊട്ടു മുൻപിലാണ് നിങ്ങളിപ്പോൾ. ഒരുപക്ഷെ ഒരുപാട് ചിന്തകൾ, സംശയങ്ങൾ, ഭയങ്ങൾ, പുറത്തുനിന്നുള്ള അഭിപ്രായങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നുണ്ടാവാം. അത് സാരമില്ല. ഈ നിമിഷം നിങ്ങൾക്ക് ശരിയായ ഉത്തരം അറിയേണ്ടതില്ല, ഒന്നും തീരുമാനിക്കേണ്ടതുമില്ല. എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് ശാന്തമായിരിക്കുവാൻ നിങ്ങളെ തന്നെ അനുവദിക്കുക. ഈ ധ്യാനത്തിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിൽ ശാന്തമായ ഒരിടം കണ്ടെത്തുക എന്നുള്ളതാണ്. പുറമെയുള്ള ബഹളങ്ങളെല്ലാം അടങ്ങുമ്പോൾ നിങ്ങളുടെ ആന്തരിക ജ്ഞാനത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. കാരണം നിങ്ങൾക്കാവശ്യമായ വ്യക്തതയും ഉത്തരവും നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ഇനി നിങ്ങൾ സൗകര്യപ്രദമായ ഒരിടത്ത് ഇരിക്കുക. നട്ടെല്ല് നിവർത്തി, എന്നാൽ ശരീരത്തിന് അമിതമായി സമ്മർദ്ദം നൽകാതെ ശാന്തമായി ഇരിക്കുക. നിങ്ങളുടെ കൈകൾ മടിയിലോ കാൽമുട്ടുകളിലോ വിശ്രമിക്കട്ടെ. തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകൾ സൗമ്യമായി അടയ്ക്കുക. നിങ്ങളുടെ ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ആഴത്തിൽ ഒന്ന് ശ്വാസമെടുക്കുക. വളരെ പതുക്കെ പുറത്തേക്ക് വിടുക. ഒന്നുകൂടി ആഴത്തിൽ ശ്വാസമുള്ളിലേക്ക് എടുക്കുമ്പോൾ പുതിയ ഊർജവും ശാന്തതയും നിങ്ങളിലേക്ക് നിറയുന്നതായി സങ്കല്പിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലുമുള്ള എല്ലാ പിരിമുറുക്കങ്ങളും, ആശങ്കകളും, ഭാരങ്ങളും ആ ശ്വാസത്തോടൊപ്പം പുറത്തേക്ക് ഒഴുകിപ്പോകുന്നതായി കാണുക. ഇനി സാധാരണഗതിയിൽ ശ്വാസമെടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുക. ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ ശരീരം കൂടുതൽ കൂടുതൽ ശാന്തമാകുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശ്രദ്ധ മുഖത്തെ പേശികളിലേക്ക് കൊണ്ടുവരിക. നെറ്റിയിലെ ചുളിവുകൾ, കണ്ണുകൾക്ക് ചുറ്റുമുള്ള പിരിമുറുക്കം, താടിയെല്ല് എല്ലാം അയഞ്ഞു പോവട്ടെ. നിങ്ങളുടെ താടിയെല്ലുകൾക്കിടയിൽ ഒരു ചെറിയ വിടവ് അനുവദിക്കുക. ഇനി നിങ്ങളുടെ ശ്രദ്ധ തോളുകളിലേക്ക് കൊണ്ടുവരിക. നാം അറിയാതെ തന്നെ ഒരുപാട് ഭാരങ്ങൾ ചുമലിലേറ്റാറുണ്ട്. ആ ഭാരങ്ങളെല്ലാം ഇപ്പോൾ താഴേക്ക് ഊർന്നിറങ്ങിപ്പോകാൻ അനുവദിക്കുക. നിങ്ങളുടെ തോളുകൾക്ക് നല്ല അയവ് നൽകുക. നിങ്ങളുടെ കൈകളും വിരലുകളും ശ്രദ്ധിക്കുക. അവിടെയുള്ള പിരിമുറുക്കങ്ങൾ അയഞ്ഞു പോവട്ടെ. ഈ നിമിഷത്തിൽ ഇവിടെ ഈ ശരീരത്തിൽ പൂർണ്ണമായി സന്നിഹിതരാവുക. ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിന്തകളോ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളോ ഇപ്പോൾ വേണ്ട. ഈ നിമിഷത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഈ ശാന്തമായ അവസ്ഥയിലിരുന്നു കൊണ്ട് നിങ്ങളെടുക്കേണ്ട വലിയ തീരുമാനത്തെക്കുറിച്ചുള്ള ചിന്തയെ നിങ്ങളുടെ മനസ്സിലേക്ക് സൗമ്യമായി ക്ഷണിക്കുക. അതിൽ മുങ്ങിപ്പോവുകയല്ല, മറിച്ചൊരു കാഴ്ചക്കാരനെ പോലെ ആ ചിന്തകളെ നിരീക്ഷിക്കുകയാണ് വേണ്ടത്. ഒരു പുഴയുടെ തീരത്തിരുന്ന് ഒഴുകിപ്പോകുന്ന ഒരിലയെ നോക്കിക്കാണുന്നത് പോലെ നിങ്ങളുടെ ചിന്തകളെ നോക്കിക്കാണുക.
ഇപ്പോൾ വിമർശനങ്ങളോ ഭയങ്ങളോ ഇല്ലാതെ സ്വയം ഈ ചോദ്യമൊന്ന് ചോദിക്കുക. ഈ തീരുമാനത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണ് ഒരു ഭാരമായി അനുഭവപ്പെടുന്നത്? അത് നെഞ്ചിലാണോ, വയറിലാണോ, അത് തൊണ്ടയിലാണോ? ഒന്നും മാറ്റാൻ ശ്രമിക്കേണ്ട. എവിടെയാണോ അതിനെ സ്നേഹത്തോടെ ഒന്ന് ശ്രദ്ധിക്കുക. വളരെ സൗമ്യമായി നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈ സാഹചര്യത്തെ ഇത്രയും വേദനാജനകമോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയിലോ ആക്കുന്ന ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന വിശ്വാസം എന്താണ്? അതൊരു പക്ഷേ ഞാൻ തെറ്റായ തീരുമാനമെടുത്താലോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അതുമല്ലെങ്കിൽ ഞാനിതിന് തയ്യാറല്ല എന്നൊക്കെയുള്ള വിശ്വാസങ്ങളാവാം. ഉത്തരം എന്തുതന്നെയായാലും അതിനെ വിധിക്കാതെ നിരീക്ഷിക്കുക. ഇനി നിങ്ങളുടെ ഏറ്റവും വലിയ ഭയത്തെ കരുണയോടെ അംഗീകരിക്കുക. സ്വയം ഒന്ന് ചോദിക്കുക, ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഏറ്റവും വലിയ ഭയം എന്താണ്? ആ ഭയം നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ്. അതിനെ സ്നേഹത്തോടെ കാണുക. ആ ഭയത്തിന് പറയാനുള്ളത് ശാന്തമായി കേൾക്കുക. ഇപ്പോൾ ആ തീരുമാനത്തെക്കുറിച്ചുള്ള ചിന്തയെ ഒരു മേഘം പോലെ പതുക്കെ മാഞ്ഞു പോകാൻ അനുവദിക്കുക. നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ ഉള്ളിലെ ആഴത്തിലുള്ള ശാന്തതയിലേക്ക് തിരികെ കൊണ്ടുവരിക. നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും ജ്ഞാനിയായ, ഏറ്റവും കരുണയുള്ള ഒരു രൂപത്തെ സങ്കല്പിക്കുക. അതൊരു പക്ഷേ പ്രായമേറിയ നിങ്ങളാവാം, അല്ലെങ്കിൽ തിളക്കമാർന്ന ഒരു പ്രകാശരൂപമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു ആന്തരിക വഴികാട്ടിയാവാം. ആ രൂപത്തിൻ്റെ ശാന്തവും സ്നേഹനിർഭരവുമായ സാന്നിധ്യം അനുഭവിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഈ ജ്ഞാനിയായ ആ രൂപത്തോട് ഒന്ന് ചോദിക്കുക, എനിക്ക് ആശ്വാസം നൽകുന്ന, ശക്തി നൽകുന്ന ഒരു വാക്ക് എന്താണ്? ആ വാക്ക് എന്നോട് സംസാരിക്കുക. ഒരു വാക്ക് മാത്രം മതി. അത് ധൈര്യമായിരിക്കൂ എന്നാവാം, ക്ഷമിക്കൂ എന്നാവാം, വിശ്വസിക്കൂ എന്നാവാം. മനസ്സിലേക്ക് ആദ്യം വരുന്ന വാക്കിനെ സ്വീകരിക്കുക. നിങ്ങളുടെ ആന്തരിക ജ്ഞാനത്തോട് വീണ്ടും ചോദിക്കുക, ഈ അവസ്ഥയിൽ യഥാർത്ഥ സമാധാനം കണ്ടെത്താൻ എനിക്കെന്താണ് ആവശ്യം? അതൊരു ഉത്തരമായിരിക്കണമെന്നില്ല. ഒരുപക്ഷെ കൂടുതൽ ധൈര്യമാകാം, അല്ലെങ്കിൽ ക്ഷമയാകാം, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെയുള്ള സ്നേഹവും കരുണയുമാകാം. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് ആഴത്തിൽ കേൾക്കാനായി ശ്രമിക്കുക. അവസാനമായി
നിങ്ങളുടെ ഈ ആന്തരിക വഴികാട്ടിയോട് ചോദിക്കുക, ഈ ധ്യാനം കഴിഞ്ഞ ശേഷം എനിക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ ചെറിയ, ലളിതമായ, ദയ നിറഞ്ഞ ഒരു ചുവട് എന്താണ്? എല്ലാം പരിഹരിക്കാനല്ല, മറിച്ച് എനിക്ക് 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ ശക്തി നൽകുന്ന ആ കാര്യം എന്താണ്? ഉത്തരം വളരെ ലളിതമായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ സുഹൃത്തിനോട് സംസാരിക്കുന്നതാവാം, അതല്ലെങ്കിൽ മാറ്റിവെച്ച ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു തീർക്കുന്നതാവാം, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുന്നതാവാം, അല്ലെങ്കിൽ അധികാരികളോട് സംസാരിക്കുന്നതാവാം. എന്തുമായിക്കൊള്ളട്ടെ, ആ ഉത്തരം ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരട്ടെ. ശാന്തമായി ആ ഉത്തരത്തെ കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുക. നിങ്ങളുടെ ശ്രദ്ധയെ പതുക്കെ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. ഓരോ ശ്വാസത്തിലും നിങ്ങൾ കൂടുതൽ ഉണർവോടെ ഈ നിമിഷത്തിലേക്ക് മടങ്ങി വരുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൈവിരലുകളും കാൽവിരലുകളും പതുക്കെ ചലിപ്പിക്കുക. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ബോധവാന്മാരാവുക. ഈ ധ്യാനത്തിലൂടെ നിങ്ങൾ നേടിയെടുത്ത ശാന്തതയും വ്യക്തതയും നിങ്ങളോടൊപ്പം കൊണ്ടുപോവുക. നിങ്ങൾ കണ്ടെത്തിയ ആ ചെറിയ ചുവട് ഒരിക്കൽ കൂടി ഓർക്കുക. അത് ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുക. എനിക്ക് കഴിയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ മാറ്റം കൊണ്ടുവരും. എൻ്റെ ജീവിതം മാറും. ഈ തീരുമാനം നടത്താനുള്ള കഴിവെനിക്കുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഈ വീഡിയോ അവസാനിച്ചതിന് ശേഷം ഒരു നിമിഷമെടുത്ത് ഈ ധ്യാനത്തിനിടയിൽ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വന്ന ചിന്തകളോ വികാരങ്ങളോ ഉൾക്കാഴ്ചകളോ അല്ലെങ്കിൽ നിങ്ങളുടെ എടുക്കാൻ പോകുന്ന ചെറിയ ചുവടോ ഒരു ബുക്കിൽ എഴുതി വയ്ക്കുന്നത് വളരെ സഹായകമായിരിക്കും. നിങ്ങൾ പൂർണ്ണമായി തയ്യാറായെങ്കിൽ വളരെ പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ അവസ്ഥയിലായിരിക്കുന്നതാണ് താല്പര്യമെങ്കിൽ അപ്രകാരം തുടരുക. ഓർക്കുക, നിങ്ങളോട് തന്നെ സൗമ്യമായി പെരുമാറുക. നിങ്ങൾ കഴിവുള്ള വ്യക്തിയാണ്. പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വിശ്വസിച്ച് മുൻപോട്ട് പോവുക.